ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ സഹനം എന്തിന് എന്ന് നിരന്തരം ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. കാലാകാലങ്ങളിൽ ഇതിന് ഉത്തരം തരുവാനായിട്ട് യുഗപുരുഷന്മാരും പുണ്യാത്മാക്കളും നിരന്തരം പരിശ്രമിച്ചിട്ടുമുണ്ട്. എങ്കിലും ശാശ്വതമായ ഒരു ഉത്തരം എന്തുകൊണ്ട് സഹനം എന്നതിന് നൽകുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. സാത്താൻ്റെ പ്രലോഭനമാണെന്നും ദൈവം തരുന്ന അവസരമാണെന്നും പല പല വിധങ്ങളിൽ സഹനത്തെക്കുറിച്ച് മനുഷ്യൻ വ്യാഖ്യാനങ്ങൾ കൊടുക്കാറുണ്ട്. പഴയ നിയമത്തിൽ പൗരസ്ത്യ ദേശത്തെ സമ്പന്നനായ നല്ല മനുഷ്യൻ ജോബ്, ആ ജോബിന് ഈ ചോദ്യമുണ്ടായി, എന്തുകൊണ്ടാണ് മനുഷ്യന് സഹനം തന്നത്? ജോബിൻ്റെ മക്കൾ മരിച്ചു, ആടുമാടുകൾ ചത്തൊടുങ്ങി, കൃഷി നശിച്ചു പോയി, ദേഹത്ത് വ്രണമായി, ഒരുപാട് വേദനകളുടെ നടുവിൽ ജോബിരിക്കുമ്പോൾ ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു, എന്തിനാണ് സഹനം? ജോബ് ദൈവത്തോട് ചോദിച്ചു, എന്തിനാണ് ഈ സഹനം? ദൈവം ഉത്തരവൊന്നും കൊടുത്തില്ല, പക്ഷെ ജോബിന് ഒരു ബോധ്യം കൊടുത്തു. ആ ബോധ്യം ഇതായിരുന്നു, നിൻ്റെ സമ്പത്തിൽ സന്നിഹിതനായ ദൈവം നിൻ്റെ സഹനത്തിലും സന്നിഹിതനാണ്. സമ്പത്തിൽ സന്നിഹിതനായ ദൈവം സഹനത്തിലും സന്നിഹിതനാണ്. 20-ാം വയസ്സിലെ രക്തത്തിളപ്പിൽ സന്നിഹിതനായ ദൈവം 80-ാം വയസ്സിൽ തളർന്ന് കട്ടിലിൽ കിടക്കുമ്പോഴും സന്നിഹിതനാണ്. 5 ലക്ഷം രൂപ കയ്യിലുള്ളപ്പോൾ സന്നിഹിതനായ ദൈവം 10 ലക്ഷത്തിൻ്റെ കടബാധ്യതയിലും സന്നിഹിതനാണ്. സൽപ്പേരുള്ളപ്പോൾ സന്നിഹിതനായ ദൈവം പേരുദോഷം വരുമ്പോഴും സന്നിഹിതനാണ്. അവിടെ ജോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ തിരുനാമത്തിന് സ്തുതി. നമ്മുടെ കൊച്ചു ബുദ്ധി കൊണ്ട് നമ്മൾ അളന്നാൽ സഹനത്തിൻ്റെ അർത്ഥം ഒരിക്കലും പിടികിട്ടുകയില്ല. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ദൈവത്തോട് ചേർന്നിരിക്കുന്ന മനുഷ്യൻ, ഈ സഹനം വരുമ്പോൾ അവന് ഉത്തരമുണ്ട്, ദൈവം അനുവദിക്കുന്നതാണ് എന്ന ഉത്തരം. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് അന്ധനായ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു, ഇവൻ അന്ധനായത് ഈ സഹനത്തിൻ്റെ കാരണം അപ്പനപ്പൂപ്പന്മാരുടെ പാപമാണോ പൂർവികരുടെ തിന്മയാണോ? ഇത് സാധാരണ മനുഷ്യൻ്റെ ബലഹീനതയിൽ ദുർബലതയിലുള്ള ഒരു ചോദ്യമാണ്. എന്തു വന്നാലും ദൈവത്തിൻ്റെ ശിക്ഷയാണ്, ദൈവം തന്നതാണ്, ആരുടെയോ പാപത്തിൻ്റെ പരിഹാരമാണ്. ആരെയും പഠിക്കാൻ പറ്റിയില്ല, വേദന വരുമ്പം നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. പക്ഷേ കർത്താവ് അത് തിരുത്തി പറഞ്ഞു, അങ്ങനെയുള്ള അബദ്ധങ്ങൾ പറയരുത്. ഈ അന്ധത ഒരു ശിക്ഷയല്ല, പിന്നെയോ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനുള്ള അടയാളമാണ്. കർത്താവ് ലക്ഷ്യമൊക്കെ നമുക്കറിഞ്ഞുകൂടാ. ഏതോ ഒരു തകർച്ചയിലും നൊമ്പരത്തിലും ഓർക്കുക, അതിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെയൊക്കെ കൊച്ചു ബുദ്ധിയുണ്ട്, ആ ബുദ്ധിക്കപ്പുറമാണ് ദൈവത്തിൻ്റെ ലോകം എന്ന് നമ്മൾ പറയുക. നമുക്കെല്ലാം ഓക്കെ ആയിട്ട് പോകുമ്പോൾ വിശ്വാസമുണ്ട്, ദൈവമുണ്ട്, എല്ലാം ഉണ്ട്. എന്തെങ്കിലും ഒന്ന് തകർന്നോ ഉടനെ ദൈവത്തെ കുറ്റം പറയും. മനുഷ്യൻ്റെ ജീവിതത്തിൽ സഹനങ്ങളും നൊമ്പരങ്ങളും വേദനയും വരുമ്പം ദൈവത്തെ പരിഹസിക്കും. എല്ലാം ഉള്ളപ്പം ദൈവം വേണ്ടതാനും ദൈവത്തെ ധിക്കരിക്കുകയും ചെയ്യും. 1960കളിൽ ലോകത്തിലെ 1-ാം നമ്പർ ടെന്നീസ് കളിക്കാരൻ്റെ അവാർഡ് മേടിച്ച മനുഷ്യൻ ക്യാൻസർ വന്ന് കിടക്കുക, മരണത്തെ മുഖാമുഖം കണ്ടു. അപ്പോൾ വിശ്വാസിയായ ഈ മനുഷ്യനോട് പത്രപ്രവർത്തകർ അടുത്ത് വന്ന് ഇൻ്റർവ്യൂ നടത്തുക, ബാബൻസ് എന്ന ഈ മനുഷ്യൻ്റെ അടുക്കൽ. എന്നിട്ട് ചോദിക്കുകയാണ്, ക്യാൻസർ വന്ന് ഒറ്റയ്ക്ക് ഈ ആശുപത്രി മുറിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ച നിങ്ങളുടെ ദൈവം എവിടെയാണ്? മാരകമായ ക്യാൻസർ വന്ന് മരണത്തെ മുഖാമുഖം കൊണ്ട് ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ച ദൈവം എവിടെയാണ്? അപ്പോൾ ആ മനുഷ്യൻ്റെ മറുപടി, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരു ഗ്രാമത്തിൽ ഞാൻ ജനിച്ചു വളർന്നു, ഒരുപാട് കുട്ടികൾ കൂടെ കളിച്ചു, അവരിൽ ഒന്നാമനാകാൻ
കഠിനാധ്വാനം വേണ്ടി വന്നു. തിരിച്ച് ഒരു ജില്ലാതലത്തിൽ ഞാൻ കളിച്ചു. അവിടെയും ഒന്നാമനാകാൻ കഠിനാധ്വാനം വേണ്ടി വന്നു. സംസ്ഥാന തലത്തിൽ കളിച്ചു, അങ്ങനെയും ഒന്നാമനായി. ലോകതലത്തിൽ കളിച്ചു. അവസാനം കളിച്ച് 2 പേർ മാത്രമായി ഫൈനലിൽ. അതിൽ അവസാനം ഫൈനലിൽ എതിരാളിയെ തോൽപ്പിച്ച് ലോകത്തിലെ നെറുകയിൽ ടെന്നീസ് ചാമ്പ്യനായി ഞാൻ നിന്നപ്പോൾ നിങ്ങൾ ഈ ചോദ്യം എന്നോട് ചോദിച്ചില്ലല്ലോ. അന്ന് ദൈവം എവിടെയായിരുന്നു, ആ ദൈവം ഇന്നും അവിടെ തന്നെയാണ്. ഇതാണ് വിശ്വസിക്കുന്ന മനുഷ്യൻ്റെ ഉത്തരം. പേരിലും പ്രശസ്തിയിലും സന്നിഹിതനായവൻ തകർച്ചയിലും നൊമ്പരങ്ങളിലും വേദനകളിലും സന്നിഹിതനാണ്. ഈ ഒരു തിരിച്ചറിവാണ് നമ്മളെ നടത്തേണ്ടതും കൈപിടിച്ച് ആനയിക്കേണ്ടതും. ദൈവം എവിടെ എന്ന ചോദ്യം ഓരോ വ്യക്തിക്കുമുണ്ട്. അവൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ സഹനങ്ങൾ. ഒരാൾ വഹിക്കുന്ന സ്ഥാനത്തിൻ്റെ വലിപ്പമനുസരിച്ച് ആ വ്യക്തിയുടെ സഹനത്തിൻ്റെ തോതും വലുതായിരിക്കും. ഒരു കപ്പ്യാരേക്കാൾ കൂടിയ സഹനം ഒരു വികാരിച്ചനുണ്ടാവും. വികാരിച്ചനേക്കാൾ കൂടിയ സഹനം ഒരു മെത്രാനുണ്ടാവും. മെത്രാനേക്കാൾ ഒരുപാട് കൂടിയ സഹനം മാർപ്പാപ്പയ്ക്കുണ്ടാവും. കയ്യടിയും പേരും പ്രശസ്തിയും വളരും തോറും അതിന് പാരലായി ഒരു സഹനത്തിൻ്റെ ചരിത്രവും മനുഷ്യനോടൊപ്പം വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറയുക, വഹിക്കുന്ന സ്ഥാനത്തിൻ്റെ വലിപ്പമനുസരിച്ച് സഹനത്തിൻ്റെ തോതും വലുതായിരിക്കും. ഇതാണ് ദൈവം പഠിപ്പിക്കുന്ന പാഠം. തിരുവചനങ്ങൾ പഠിപ്പിക്കുന്ന പാഠവും ഇതുതന്നെയാണ്. നമ്മൾ കർത്താവിൻ്റെ മാലാഖ ചെല്ലുമ്പം അവസാനം ചെല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ. എന്നാ ഓർത്തുകൊണ്ടാണോ ഈ പ്രാർത്ഥന ഉറക്കെ തട്ടിവിടുന്നത്? ഈശോ മിശിഹായുടെ വാഗ്ദാനം എന്താ? മർക്കോസ് 10:30. ഈ ലോകത്തിൽ പീഡകളും കുരിശുകളും, വരാനിരിക്കുന്ന ജീവിതത്തിൽ നിത്യമായ സന്തോഷവും. അതാണ് ഈശോ മിശിഹായുടെ വാഗ്ദാനം. ഈ ലോകത്തിൽ പീഡകളും കുരിശുകളും, വരാനിരിക്കുന്ന ജീവിതത്തിൽ നിത്യമായ സന്തോഷവും. അപ്പം നമ്മൾ ഈ പീഡകളും കുരിശുകളും സഹനങ്ങളും ഒക്കെ നമ്മൾ ചോദിച്ച് മേടിക്കുന്നതാണ്. അങ്ങനെ ചോദിച്ച് മേടിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര പോവുക. ഈ സഹനം വരുമ്പോഴോ ഓടിപ്പോകും. അന്തോനിസ് പുണ്യാള, യൂദാസ് ദേവൂസെ, ഈ സഹനം നീ ഒന്ന് എടുത്തു മാറ്റണമേ. പള്ളി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും, ഒരുക്കി എന്നെ നീ വാർത്തെടുക്കൂ. വീട്ടിൽ ചെല്ലുമ്പം ഒരുക്കാൻ കെട്ടിയവൻ, വാർക്കാൻ ഭാര്യ, തകർത്തു വാരാൻ കൊച്ചുമക്കൾ, തകടം മറിക്കാൻ മരുമക്കൾ. എല്ലാവരും ഒന്ന് പറയും, പള്ളി വെച്ച് പാടിയതല്ലേ, ഞങ്ങളൊന്ന് സഹകരിക്കട്ടെ. ഉടനെ പറയും, എൻ്റെ തമ്പുരാനെ, ഞാൻ തമാശന് പാടിയതല്ലേ, നീ ഇത്ര സീരിയസ് ആയിട്ടെടുത്തോ? ജീവിതത്തിൽ സഹനം വരുമ്പോൾ നമ്മളതിനെ എങ്ങനെ നേരിടുന്നു? ഇനി മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ചോദ്യമാണ്, മനുഷ്യന് സഹിക്കുമ്പോൾ ദൈവം എവിടെ? മനുഷ്യൻ സഹിക്കുമ്പോൾ ദൈവം എവിടെ? ഈ ചോദ്യമുണ്ട്. പിതാവിൻ്റെ ഏകജാതൻ കുരിശിൽ സഹിച്ചപ്പോൾ പിതാവ് എവിടെ? പുത്രൻ കുരിശിൽ സഹിച്ചപ്പോൾ പിതാവ് എവിടെ? മനുഷ്യൻ്റെ യേശു പോലും ചോദിച്ചില്ലേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ദൈവം കൈവിടുന്ന ജീവിതം ദൈവപുത്രന് പോലും ഉണ്ടായെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം നമ്മളെ മറന്നുപോയി എന്ന് ചിന്തിക്കുന്ന ചില നിമിഷങ്ങൾ നമുക്കുണ്ടാകാം, ചില മുഹൂർത്തങ്ങൾ നമുക്കുണ്ടാകാം. അങ്ങനെയുള്ള നിമിഷങ്ങളിൽ ദൈവം കൂടെയുണ്ട്, കാണുന്നുണ്ട് എന്ന് പഠിപ്പിക്കുവാൻ വിശുദ്ധ വേദപുസ്തകം നമ്മെ സഹായിക്കുന്നു. 3 ചെറുപ്പക്കാർ തീച്ചൂളയിൽ എറിയപ്പെടുന്നു. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ തീച്ചൂളയിൽ 3 ചെറുപ്പക്കാർ ഇങ്ങനെ കത്തിയെറിയാൻ വേണ്ടി എറിയപ്പെടുകയാണ്. ഗന്ധവും കർപ്പൂരവും ഒക്കെ ചക്രവർത്തി ചൂളയിലേക്ക് എറിഞ്ഞു. ആ തീച്ചൂളയിൽ അവർ വെന്തെരിഞ്ഞു എന്ന് ചക്രവർത്തി കരുതി. കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? 3 ചെറുപ്പക്കാർക്കൊപ്പം 4ാമത് ഒരുവൻ നടക്കുന്നു. ആ മുറി എയർ കണ്ടീഷനാക്കി ആ ചൂള ചൂടില്ലാത്ത ഒന്നാക്കി മാറ്റിയിട്ട് കൂടെ നടക്കുന്ന 4ാമത്തവൻ. ഇതാണ് ദൈവം.
മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ സഹനത്തിൽ കൂടെ നിന്ന് സഹിക്കുന്നവനാണ് ദൈവം. തീച്ചുളയിൽ നാലാമത്തനായി നടന്നതുപോലെ എൻ്റെ ഊട്ടുമേശയിൽ അദൃശ്യനായ അതിഥിയായി, എൻ്റെ സംഭാഷണങ്ങളിൽ അദൃശ്യനായ ശ്രോതാവായി, എൻ്റെ ഭക്ഷണത്തിൽ സഹഭക്ഷണക്കാരനായി, എൻ്റെ യാത്രയിൽ സഹയാത്രക്കാരനായി അവൻ നടക്കുന്നു. അതാണല്ലോ ദൈവത്തിൻ്റെ സ്വഭാവം. സഹനത്തിൽ കൂടെ നിന്ന് സഹിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ടാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത് എവിടെയോ ഇരുന്ന് കടിഞ്ഞാൻ വലിക്കുന്ന ഒരു ദൈവത്തെയല്ല, പിന്നെയോ മനുഷ്യൻ്റെ കൂടെ തീരുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് ദൈവത്തെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് ആയിരിക്കുന്നവൻ ആയിട്ടല്ല, ആയിത്തീരുന്നവൻ ആയിട്ടാണ്. എവിടെയോ ആയിരിക്കുന്നവനല്ല, ആയിത്തീരുന്ന ഒരു ദൈവമായിട്ടാണ് ബൈബിൾ ദൈവത്തെ പരിചയപ്പെടുത്തുക. കരയുന്നവർക്കൊപ്പം കരയുന്നവൻ, വിശക്കുന്നവർക്കൊപ്പം വിശക്കുന്നവൻ, നൊമ്പരപ്പെടുന്നവർക്കൊപ്പം നൊമ്പരപ്പെടുന്നവൻ, ആ ഒരു ദൈവത്തെയാണ് വേദപുസ്തകം പരിചയപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ സഹനത്തിൽ നമ്മുടെ കൂടെ ഒപ്പം നിന്ന് സഹിക്കുന്നവനായി കർത്താവുണ്ട്. മർത്തായും മറിയവും കരഞ്ഞപ്പം കൂടെ നിന്ന് കരഞ്ഞവനായി ക്രിസ്തു യോഹന്നാൻ 11 ലാസറിൻ്റെ കല്ലറയ്ക്കൽ കടന്നു വരുന്നു. ജീവിതത്തിൽ ഉടനീളം മനുഷ്യൻ്റെ യാത്രകളിൽ ദൈവം സഹനക്കാരനായി മനുഷ്യർക്ക് ഒപ്പം നടക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുക ജീവിതത്തിൽ ഉടനീളം. ഇനി ഏതെല്ലാം ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ സഹനങ്ങൾ തരുന്നത് എന്നുകൂടി ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സഹനങ്ങൾ അനുവദിക്കുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയാണ്? സഹിക്കുമ്പോൾ ദൈവം എവിടെ ഇരിക്കുന്നു? ഈ ചിന്തകൾ എപ്പോഴും മനസ്സിലുണ്ട്. ഗ്രാമങ്ങളിൽ കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് സ്വർണ്ണപ്പണിക്കാരായ തട്ടാന്മാർ സ്വർണ്ണപ്പണി നടത്തുമ്പോൾ സ്വർണം ഉമിത്തിയിൽ വെച്ചിട്ട് ഒരു ചെറിയ കുഴൽ കൊണ്ട് ഞെക്കി പിടിക്കും. ഒരു കുഴൽ കൊണ്ട് ഊതി സ്വർണമല്ലാത്ത മാലിന്യമെല്ലാം നീക്കിക്കളഞ്ഞ് സ്വർണത്തെ ശുദ്ധി ചെയ്ത് എടുക്കുന്നു. ഇത്ര വലിയ പണിയിരിക്കുമ്പോഴും അവിടെ വരുന്നവരോടെല്ലാം വർത്തമാനം പറയും. റഷ്യയിലെ കാര്യം, ചൈനയിലെ കാര്യം, ലോക രാഷ്ട്രീയങ്ങളുടെ കാര്യം എല്ലാം പറയും. ഇതൊക്കെ പറയുമ്പോഴും തട്ടാൻ്റെ കണ്ണ് സ്വർണത്തിൽ ശുദ്ധി ചെയ്യപ്പെടുന്ന ആ തീയിൽ ശുദ്ധി ചെയ്യപ്പെടുന്ന സ്വർണത്തിലാണ്. അവിടെയാണ് തട്ടാൻ്റെ കണ്ണ്. ഇതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ കണ്ണ് അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്ന സ്വർണത്തിൽ തട്ടാൻ്റെ കണ്ണുപോലെ വേദനിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കണ്ണ് ഉടക്കിയിരിക്കുന്നു. അവിടെയാണ് പറയുക, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നിൻ്റെ ഓരോ തുള്ളി കണ്ണുനീരും ഒരു കുപ്പിയിൽ ഞാൻ ശേഖരിച്ചിരിക്കുന്നു. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, ഓരോ വ്യക്തിക്കും സഹനം കൊടുക്കുമ്പോൾ ആ സഹനത്തിൻ്റെ അവസാനം ദൈവം കാണുന്ന ലക്ഷ്യം. നമ്മൾ തുടക്കം മാത്രം കാണും, അന്ത്യം ദൈവമാണ് കാണുക. ജീവിതം ഒരു ചുരുൾ പോലെയാണ്. ഓരോ ഭാഗവും വിടർത്തി വരുമ്പം അത്രയും ഭാഗമേ നമ്മൾ കാണും. പക്ഷെ ഉള്ളിലുള്ളത് മുഴുവൻ ദൈവം കാണുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയുള്ളത് അവിടുത്തെ പുസ്തകത്തിലുണ്ട്. അതാണ് യെശയ്യാ 49:16, നിൻ്റെ മുഖം എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. നിൻ്റെ മുഖം എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു വചനം തന്നെ നമ്മൾ ഓർക്കുക. കർത്താവ് എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. പൂർവ്വ യോസേപ്പിനെ പൊട്ടക്കണ്ടിൽ എറിഞ്ഞപ്പോൾ എന്തായെന്ന് ആർക്കും അറിയില്ല. എറിയപ്പെട്ടല്ലോ എന്നോർത്തു. പക്ഷേ കിണറ്റിലെറിഞ്ഞവനെ പ്രധാനമന്ത്രിയായി ഉയർത്തുന്ന ഒരു ദൈവത്തിൻ്റെ പ്ലാനുണ്ട്. ആ സഹനത്തിലൂടെ യോസേപ്പ് കടന്നു പോകണം. അതുകൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ ചിന്തകളെ ചോദ്യം ചെയ്യരുത്, എന്തിനൊന്നും ചോദിക്കരുത്, എങ്ങോട്ടൊന്നും ചോദിക്കരുത്. അത് ചോദിക്കാതെ കൂടത്തിൽ പോയിക്കൊള്ളുക. അങ്ങനെയുള്ളവരുടെ സഹനങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വിരിയുന്നതായിട്ട് കാണാം. അബ്രഹാം ദൈവം വിളിച്ചു, പോവുക, ഞാൻ പറയുന്ന ദേശത്തേക്ക്. വീടിനെ ഉപേക്ഷിക്കുക, കുലബന്ധങ്ങളെ ഉപേക്ഷിക്കുക,
ദൈവസങ്കല്പങ്ങൾ ഉപേക്ഷിക്കുക, സ്വന്തം ദേശത്തെ ഉപേക്ഷിക്കുക. എന്തിനെന്ന് ചോദിച്ചില്ല, അങ്ങ് പോയി. അങ്ങനെ പോകുമ്പോഴാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കി ദൈവം മാറ്റിയത്. വിക്കനായ മോശ ആടിനെ മേയിച്ച് നടക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വിളി. എന്തിനെന്ന് ചോദിച്ചില്ല, എങ്ങോട്ടൊന്നുമില്ല, അങ്ങ് പോയി. ഒരു ജനതയുടെ വിമോചകനായി, നായകനായി മോശ മാറുകയാണ്. പ്രവാചകന്മാരെ യേശു വിളിച്ചു, ഒരു ചോദ്യവുമില്ല. ദൈവം വിളിച്ചു, അവരങ്ങ് പോയി. ദൈവത്തിൻ്റെ വഴി അവർക്കായി കാണിച്ചു കൊടുത്തു. ആ യാത്രയിലെല്ലാം സഹനമാണ്. ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്നവർക്ക് മുഴുവൻ സഹനമാണ്. ബൈബിളിൽ ശരിക്കും സുഖിച്ച് ജീവിച്ച ഒരു പൂർവ്വപിതാവിനെ കാണിക്കാവോ? എല്ലാ സുഖവും സന്തോഷവും അനുഭവിച്ച വിശുദ്ധരെ കാണിക്കാവോ? സഭയുടെ ചരിത്രത്തിൽ വിശുദ്ധന്മാരെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ സഹിച്ചവരാണ്. അപ്പോൾ ഉത്തരം നമുക്കില്ല. നമുക്കൊരു ഉപരി നന്മ വരാനായിട്ട് ദൈവം നമുക്ക് സഹനങ്ങൾ അനുവദിച്ചു തരും. ഒന്നും ചോദിക്കാതെ, ഒരു സംശയമില്ലാതെ ആ വഴിയെ നടന്നു പോവുക, അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പം സഹനം ദൈവം ബൈബിളിൽ ആർക്കെല്ലാം കൊടുത്തോ അവരെല്ലാം വലിയവരാക്കി. അബ്രഹാമിന് സഹനം കൊടുത്തു, ജനതകളുടെ പിതാവാക്കി. ഇസ്ഹാക്കിന് സഹനം കൊടുത്തു, യാക്കോബിന് സഹനം കൊടുത്തു, അനുഗ്രഹമാക്കി. യോസേഫിന് സഹനം കൊടുത്തു, പ്രധാനമന്ത്രിയാക്കി. അപ്പസ്തോലന്മാർക്ക് സഹനം കൊടുത്തു, സഭയുടെ നെടും തൂണുകളാക്കി. മറിയത്തിന് സഹനം കൊടുത്തു, സഭയുടെ മാതാവാക്കി, വിശ്വാസികളുടെ അമ്മയാക്കി. മഹാത്മാഗാന്ധിക്ക് സഹനം കൊടുത്തു, ഇന്ത്യയുടെ രാഷ്ട്രപിതാവാക്കി. ഫാദർ ഡാമിന് സഹനം കൊടുത്തു, കുഷ്ഠരോഗം തേക്കത്ത് കൊടുത്തു, വലിയ വിശുദ്ധനാക്കി ദൈവം മാറ്റി. ആർക്കെല്ലാം സഹനം കൊടുക്കുന്നു അവരെയൊക്കെ ദൈവം വലിയവരാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഉപരി നന്മയ്ക്ക് മുമ്പ് ദൈവം നമുക്ക് സഹനം തരുന്നുണ്ട്. രണ്ടാമത്, ദൈവം നമുക്ക് സഹനം തരുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ കൊടുക്കുന്നത് അവരെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന മനുഷ്യരാക്കാൻ വേണ്ടിയിട്ടാണ്. ആരാണോ കൂടുതൽ സഹിച്ചത് അവർ ജീവിതത്തിൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരായി നമ്മൾ കാണുന്നു. വലിയ വലിയ സഹനം കഴിയുമ്പോൾ വലിയ വലിയ ഫലം പുറപ്പെടുവിക്കുന്നവർ ജീവിതത്തിൻ്റെ സഹന വഴികളിൽ ഇങ്ങനെ ഫലം പുറപ്പെടുവിക്കുന്ന മനുഷ്യരായിട്ട് മാറാൻ ദൈവം സഹനങ്ങൾ കൊടുക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുക, തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന മുന്തിരിച്ചെടി കൂടുതൽ ഫലം പുറപ്പെടുവിക്കും. അതിന് വെട്ടിയൊരുക്കുന്നത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നത് കൂടുതൽ വെട്ടിയൊരുക്കപ്പെടുന്ന മുന്തിരിച്ചെടിയാണ്. ഒത്തിരി സഹിച്ചവർ ഒരുപാട് പരോപകാരം ചെയ്യും. ഒരുപാട് സഹിച്ചവർ ഒത്തിരി ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യും. അത് ലോകം പഠിപ്പിക്കുന്ന പാഠമാണ്. വിശപ്പിന് നൊമ്പരം അനുഭവിച്ചവർ വിശക്കുന്നവരെ സഹായിക്കും. മരുന്നിന് കാശില്ലാതെ അലഞ്ഞവർ കയ്യിൽ കാശ് കിട്ടുമ്പം അതില്ലാത്തവരെ സഹായിക്കും. സഹിക്കുന്നവർ കൂടുതൽ ഫലം പുറപ്പെടുവിക്കും, നന്മകൾ ചെയ്യും. വീണ്ടും സഹിക്കുന്ന മനുഷ്യർക്കാണ് ജീവിതത്തിൽ ഏറ്റവും മനഃശക്തി ഉണ്ടാവുക. സഹിക്കുന്നവർക്ക് മനഃശക്തി. പഞ്ചാബികൾക്ക്, യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക് മനക്കെട്ടി കൂടുതലാണ്. കാശ്മീരിൽ താമസിക്കുന്നവർക്ക് മനക്കെട്ടി കൂടുതലാണ്. അത്രയും മനക്കെട്ടി ദക്ഷിണ ഇന്ത്യയിൽ ജീവിക്കുന്നവർക്കുണ്ടാകണമെന്നില്ല. കാരണം പ്രതിസന്ധികളും പ്രയാസങ്ങളും അധികമൊന്നും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിന് കട്ടിയില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ തളർന്നു പോകും, നമ്മൾ ഇരുന്നു പോകും. അപ്പോൾ ദൈവം നമുക്ക് സഹനം തരുന്നത് മനസ്സിന് ശക്തിയുള്ള, മനക്കെട്ടിയുള്ള വ്യക്തിത്വങ്ങളാക്കി നമ്മൾ രൂപാന്തരപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. ഏറ്റവും നല്ല അരി ഏതാ? മില്ലിൽ ഇടിച്ചിടിച്ച് ഉമ്മി കളഞ്ഞ് തവിട് കളയുന്ന അരി. അതിന് നല്ല രുചിയുണ്ട്. ഒരു നെല്ല് അരിയായിട്ട് മെച്ചപ്പെടുത്ത് വരുമ്പം എത്ര കുത്തുകൊണ്ടാലാണ് അതങ്ങനെ ആയിത്തീരുക? ഒരു ഗോതമ്പ് മണി ഓസ്തിയായിട്ട് വരണമെങ്കിൽ എത്ര പൊടിഞ്ഞാലാണ്?
അതിന് ശേഷമാണ് ഏറ്റവും ബലപ്പെട്ട ഒന്നായിട്ടത് മാറുക. മനോഹരമായ അരളിക്ക നമ്മൾ കാണാറുണ്ട്. മനോഹരമായ അരളിക്ക അത്രയും മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ വരണമെങ്കിൽ അത് ചെത്തിക്കൂർപ്പിച്ച സഹനാനുഭവങ്ങളുണ്ട്, അതിനെ കൂർപ്പിച്ചെടുത്ത സഹനാനുഭവങ്ങളുണ്ട്. അങ്ങനെ ആ അനുഭവത്തിലൂടെ പോയപ്പോഴാണ് അതെല്ലാം കൂടെ ചേർന്ന് സുന്ദരമായ ഒരു അരളിക്കയായിട്ട് മാറിയത്. നമ്മുടെ ജീവിതം അതിമനോഹരമായ ഒരു അരളിക്കയായിട്ട് മാറുവാൻ ദൈവം നമ്മളെ ചെത്തും, വെട്ടും, ഒരുക്കും, മിനുക്കും. അതിൻ്റെ അവസാനം സുന്ദരമായ ഒരു അരളിക്കയായി രൂപപ്പെടുന്നു, നമ്മൾ രൂപാന്തരപ്പെടുന്നു. ഇപ്പം സഹനം കൂടുതൽ മനക്കെട്ടി തരും, കൂടുതൽ ഫലം പുറപ്പെടുവിക്കും, ഉപരിനന്മകൾ നമുക്ക് നിരന്തരമായി തന്നുകൊണ്ടേയിരിക്കും. സഹനം നമ്മുടെ പാപങ്ങൾക്ക് ഒരു പരിഹാരവുമാണ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ് സഹനം. ഉദാഹരണം, അനാവശ്യമായ ഒരാരോപണം നമുക്കെതിരെ ആരെങ്കിലും ഉയർത്തുമ്പോൾ ഓർക്കുക, അറിയാതെ ചെയ്തു പോയ ചില രഹസ്യ പാപങ്ങൾ, രഹസ്യ തകർച്ചകൾ, അതിന് പരിഹാരമായിട്ട് വിമർശനത്തിൻ്റെ സഹനം നമ്മൾ ഏറ്റുമേടിക്കേണ്ടി വരുന്നു. അറിഞ്ഞുമറിയാതെയും വന്നുപോയ പാപങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പരിഹാരമായി സഹനത്തെ കാണണം. ഷുഗറിൻ്റെ അസ്വസ്ഥതയുള്ള ആൾ പരാതി പറയാതെ കിട്ടുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അത് പാപത്തിൻ്റെ പരിഹാരമായിട്ട് എടുക്കണം. മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും പെരുമാറ്റം പ്രായമുള്ള അപ്പനമ്മമാരെ വേദനിപ്പിക്കുമ്പോൾ ഒരു പരാതിയും പറയേണ്ട. നല്ല കാലങ്ങളിൽ വന്നുപോയ വീഴ്ചകൾക്കുള്ള പരിഹാരമായി മൗനത്തോടെ അതിനെ നമ്മൾ കണ്ടെത്തണം. ദൈവം ഇടയ്ക്കിടയ്ക്ക് മനുഷ്യൻ്റെ ചെവിക്ക് പിടിക്കും, അധ്യാപകർ കുഞ്ഞുങ്ങളെ കിഴക്കുന്നത് പോലെ. അങ്ങനെ ദൈവം മനുഷ്യൻ്റെ ചെവിക്ക് പിടിക്കുന്ന അനുഭവങ്ങളാണ് അവൻ്റെ ചെറുതും വലുതുമായ സഹനങ്ങൾ. ചെറിയ ചെറിയ അടികൾ തന്ന് ദൈവം നമ്മളെ ശാസിക്കുകയാണ് വലിയ വീഴ്ചകൾ വരാതിരിക്കാൻ. അപ്പം സഹനം പാപങ്ങൾക്ക് പരിഹാരമായി നമ്മൾ കാഴ്ചവെക്കണം. വീണ്ടും ഈ സഹനം ചെറിയവരെയും വലിയവരെയും ഒന്നിപ്പിക്കുകയാണ്. ഒരു വലിയ വേദന വരുമ്പോൾ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ല, വേദന എല്ലാവർക്കും ഒരുപോലെയാണ് വേദന. ഇപ്പം പണക്കാരനെയും പാവപ്പെട്ടവനെയും ഉന്നതനെയും താഴ്ന്നവനെയും ഒരുപോലെ തൂക്കുന്ന ഒരു പീഠമാണ് സഹനം എന്ന് പറയുക. ചിലർക്ക് സഹിക്കാനൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ്. ഒരു ദന്ത ഡോക്ടറെ കാണാൻ വേണ്ടി കുറേ പേര് വന്നിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്ത് 3 പേരിരിപ്പുണ്ട്. നാലാമത്തവനെ വിളിച്ച് കയറ്റി, 3 പേര് പുറത്തിരിക്കുന്നു. ഇവൻ്റെ 2 പല്ല് പറിക്കാൻ ഡോക്ടർ 500 രൂപ ചോദിച്ചു. അവൻ സമ്മതിച്ചു. ഇപ്പം പല്ല് പറിച്ചപ്പം ഭയങ്കര കാറലും കൂവലും ബഹളവും. ഡോക്ടറും എടുത്തു, അവിടെ ഇരുന്നവരും എടുത്തു. ഇവൻ്റെ കാർച്ച കേട്ട് എല്ലാവരും പേടിച്ചു. ഡോക്ടർ അവനോട് 500 കൂടാതെ വരെ 750 രൂപയുടെ മേടിച്ചു. അവൻ ചോദിച്ചു, ഇതെന്നാ മര്യാദയാണ്? ഡോക്ടർ പറഞ്ഞു, നിൻ്റെ കാർച്ച കേട്ട് വന്നവർ 3 പേര് ജീവനും കൊണ്ട് ഓടി. അവരുടെ കാശും കൂടെ ഈ തന്നെ എനിക്ക് തന്നേ പറ്റൂ. ഒന്ന് ഞുള്ളിയാൽ ബോംബ് വീണതുപോലെ ബഹളം വെക്കുന്നവർ, ഒരു പല്ലുവേദന വന്നു കഴിഞ്ഞാൽ അസ്വസ്ഥത കാണിക്കുന്നവർ, ചെറിയ നൊമ്പരം വന്നു കഴിയുമ്പോൾ ആനുപാതികമല്ലാത്ത വേദന കാണിക്കുന്നവരുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. ഇവിടെയാണ് ശാരീരിക രോഗമായാലും മനസ്സിൻ്റെ രോഗമായാലും മനസ്സിൻ്റെ വേദനയായാലും അതിൻ്റെയൊക്കെ നടുവിൽ നമ്മളൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുക, ഒന്ന് ബലത്തോടെ നേരിടാൻ പറ്റുക, അങ്ങനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുക. അങ്ങനെ സാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയണം. ഒപ്പം തമ്പുരാൻ പഠിപ്പിക്കും, ആരെങ്കിലുമൊക്കെ ലോകത്ത് പാപം ചെയ്യുമ്പോൾ അതിൻ്റെ പരിഹാരമായിട്ടും വേറെ ചില ആൾക്കാർ സഹിക്കേണ്ടി വരും. ഒരുപാട് പേര് രാസവളം ഉപയോഗിച്ച് കൃഷി നടത്തുമ്പോൾ നിരപരാധികൾ ശരീരത്ത് ക്യാൻസർ സഹിക്കേണ്ടി വരും. ഒത്തിരി പുകപടലങ്ങൾ ആൾക്കാർ ഉയർത്തുമ്പോൾ ശ്വാസകോശ രോഗങ്ങൾ മറ്റുള്ളവർ ഏറ്റെടുക്കേണ്ടി വരും. ഇതാണ് പകരം സഹനം. ക്രിസ്തു ചെയ്തത് അങ്ങനെയാണ്. അവൻ വഹിച്ചത് നമ്മുടെ പാപങ്ങളായിരുന്നു, അവൻ ചുമന്നത് നമ്മുടെ രോഗങ്ങളായിരുന്നു. അപ്പോൾ ഒരു സഹനം വരുമ്പോൾ ഓർക്കുക, ആരൊക്കെയോ എവിടെയൊക്കെയോ പാപം ചെയ്യുന്നുണ്ട്, അതിൻ്റെ പരിഹാരമായിട്ടും ഞാൻ സഹിക്കുന്നു, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് സഹിക്കുന്നു. എൻ്റെ മനസ്സിനെ കട്ടികിട്ടാനും എല്ലാവരോടും ഒരുമപ്പെടാനും പാപങ്ങൾക്ക് പരിഹാരമായും സഹനങ്ങളെ കാഴ്ചവെക്കുക. അങ്ങനെ സഹന ജീവിതത്തിന് അർത്ഥം കണ്ടെത്താനും സഹിച്ച ക്രിസ്തുവിനോടുകൂടി അവനോടൊത്ത് സഹയാത്ര നടത്തുവാനും ദൈവം നമ്മൾ വിളിക്കുന്നു.
സ്വർഗീയ പിതാവേ, നിൻ്റെ ഏകജാതനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് നീ അയച്ചത് സഹനം വഴി മനുഷ്യരെ വീണ്ടെടുക്കാനാണല്ലോ. സഹിച്ചുകൊണ്ട് മാനവവംശത്തെ വിശദീകരിക്കാനാണല്ലോ. ഞങ്ങളുടെയൊക്കെ ചെറുതും വലുതുമായ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വരുന്ന നിരവധി സഹനങ്ങളുണ്ട്. നിൻ്റെ കരങ്ങളിലേക്ക് അവയെ ചേർത്ത് പോകുന്നു. അതുവഴി ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനും മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പകരമായി നിൽക്കുവാനും ദൈവത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് വളരുവാനും കൂടുതൽ മനഃശക്തിയുള്ളവരായി കൂടുതൽ അർത്ഥപൂർണമായ ജീവിതം നയിക്കുവാനും ഈ കുരിശും സഹനവും സഹന വഴികളും ഞങ്ങളെ ശക്തരാക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഈ തിരിച്ചറിവിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.